ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മലപ്പുറത്തേക്കുള്ള ഒരു ഓട്ടത്തിൽ വൈകുന്നേര സമയമാണ്. അപ്പോൾ ഒരു 9:30 ഓട്ടമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ വാരങ്കോട് എത്തിയപ്പോൾ ഗ്രാൻഡ് മോട്ടോഴ്സ് ബജാജിൻ്റെ ഷോറൂമിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ബജാജിൻ്റെ P7012 എന്ന ഓട്ടോറിക്ഷ ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോകൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ ഇനി വരാനുണ്ട്, ഈ വാഹനം വരാനുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ നേരിൽ ഇതുവരെ കണ്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒരു ആകാംക്ഷയിൽ എടുത്തൊരു വീഡിയോ മാത്രമാണ് ഇത്. P7012 എന്നാണ് വാഹനത്തിൻ്റെ മോഡൽ കേട്ടോ. മാക്സിമം സെഡ് തന്നെയാണ്. ഇതിന് വാറണ്ടി ഇവർ കൊടുക്കുന്നത് 5 വർഷം അല്ലെങ്കിൽ 1,20,000 കിലോമീറ്റർ. ഏതാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ. കമ്പനി പറയുന്ന മൈലേജ്, അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ മൈലേജുള്ള വാഹനം ഇറങ്ങിയിട്ടില്ല. 251 കിലോമീറ്ററാണ് കമ്പനി ഏറെ പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി വലുതാണ്. മൈലേജ് കൂടുമ്പോൾ ബാറ്ററി നന്നാവുമല്ലോ. 12.1 കിലോ വാട്ടാണ്. പിന്നെ നമ്മുടെ മുന്നേ ഇറങ്ങിയ ബജാജ് കോമ്പാക്റ്റ് മോഡലിലെ RE90 അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഏകദേശം വരുന്നത്. ക്ലസ്റ്ററായാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബജാജിൻ്റെ ലോഗോ നമുക്കവിടെ കാണാം. പോഗോ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ചാർജിങ് ടൈം 5 മണിക്കൂർ 30 മിനിറ്റ് ആണ് ഫുള്ളാവാൻ. 80% 4 മണിക്കൂർ കൊണ്ട് ഫുള്ളാകുമെന്നാണ് കമ്പനി പറയുന്നത് കേട്ടോ. അതുപോലെ ലൈറ്റുകളൊക്കെ ഒരു വെറൈറ്റി തന്നെയാണ്. LED ലൈറ്റുകളാണ്. ബജാജ് ഇതുവരെ അങ്ങനെ LED ലൈറ്റുള്ള വാഹനങ്ങളൊന്നും ഇറക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ അതുമുണ്ട്. അതുപോലെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 50 കിലോമീറ്റർ ആണ് കേട്ടോ. അതുപോലെ ക്രെഡിബിലിറ്റി നമുക്ക് പറയാതിരിക്കാൻ വയ്യ. 27.80 ആണ്. പിന്നെ അതുപോലെ മോഡുകൾ എക്കോ, പവർ, ക്ലംബ്, പാർക്ക് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 ഇതാണുള്ളത്. അതുപോലെ മോട്ടോർ ടൈപ്പ് PMS മോട്ടറാണ്. അഡ്വാൻസ്ഡ് PMS മോട്ടറാണ്. ഇപ്പോൾ മുന്നേ ഇറങ്ങിയ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നമുക്ക് വല്ലാതെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ലൈറ്റുകളൊക്കെ നല്ല ഒരു വെളിച്ചുള്ള മാതിരി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എന്തായാലും നമുക്ക് ഈ വാഹനം നന്നാകുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഏതായാലും നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എടുക്കാം. കോഴിക്കോട് ഭാഗത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പം പെട്ടെന്നൊരു ഓട്ടത്തിൻ്റെ ഇടയിൽ എടുത്തുകൊണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ ലഗേജ് സ്പേസ് നല്ല ഉണ്ട് കേട്ടോ. മാക്സിമം അതിൻ്റെ ഉപയോഗിച്ചവർക്ക് അറിയാം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ലെഗ് സ്പേസ് ഒക്കെ, നമ്മുടെ ബാക്കിൽ ലഗേജിലുള്ള സീറ്റ് അങ്ങോട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആപ്പിൽ കൊള്ളുന്ന അതുപോലെ തന്നെയുള്ള സാധനങ്ങൾ കൊള്ളുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിനാണ് വരുന്നത്. അതായത് ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ് നിലവിലുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും കാണാനും നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അപ്പോൾ നമ്മളേതായാലും അടുത്ത് തന്നെ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. താങ്ക് യു.